ഗായ്സ്, അപ്പോൾ ഇന്ന് വെള്ളപ്പവും ചെനക്കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഡേ 6 ആണ് കേട്ടോ. ഞാൻ ഡേ 5 ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് നിന്നത് കുട്ടികളെ വാർഡിലാണ് കേട്ടോ. അതിൽ നിന്ന് ഷെയർ റൂമൊക്കെ മാറി അവിടെ ഒരു ദിവസം 1.5 ദിവസത്തോളം നിന്നു. 2 ദിവസം നിന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിംഗിൾ റൂമിലായിട്ട് നിന്നത്. അപ്പോൾ ഇന്ന് മിക്കവാറും മോനെ ഡിസ്ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്നത്തെയും പോലെ തന്നെ ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് മക്ക് കഞ്ഞി വാങ്ങി. മക്ക് ഈ ഒരു സമയത്ത് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഞാനത് മുടക്കിയില്ല. കറക്റ്റ് 3 ദിവസം മക്ക് ഞാൻ കഞ്ഞി വാങ്ങിക്കൊടുത്തു കേട്ടോ. മക്കൊരു ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ടൊരു പ്രത്യേക ഒരു മടുപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. മോനക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അവനക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്ന് ഇനി വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി എന്നിട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തിന് ഡയപ്പർ യൂസ് ചെയ്യേണ്ട. അവനക്കൊരു റാഷസ് പോലെ കണ്ടിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യേണ്ട, തുണി യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മോന് അപ്പിട്ട തുണിയും മൂത്രമൊഴിച്ച തുണിയൊക്കെ അലക്കിയിട്ട് അവിടെ ആ റൂമിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ അവിടെ തോരയിടായിരുന്നു കേട്ടോ. അങ്ങനെ അധികമൊന്നുമില്ല, 2-3 തുണിയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അധികം ഇങ്ങനെ ഇരുന്ന് ഒഴിപ്പിക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ തിരുമ്പിയിട്ട ഡ്രസ്സുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി തോരട്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് കിടന്നോട്ട് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇന്നൊന്നും വലിയ വെയിലൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ മോനിക്ക് ഇന്നിപ്പോൾ രാവിലെ നെബുലൈസ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റൊക്കെ വന്നിരുന്ന ദിവസങ്ങൾ അടുത്തടുത്ത് നെബുലൈസ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം മരുന്നുകൾ ഇങ്ങനെ കുറച്ച് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭേദമുണ്ട്. അങ്ങനെ പിന്നെ ഇന്ന് അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും ഒക്കെ കൊടുത്തു കേട്ടോ. ചുമന മരുന്നൊക്കെ കൊടുത്തു സാധാ പോലെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം ഇന്ന് MDയിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. സാധാ ചോറും കൂട്ടാനൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ചാർജ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ബില്ലൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവാൻ റെഡിയായി. ഉപ്പ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഉപ്പ വന്ന് ഉപ്പാനായിട്ട് ഞങ്ങൾ ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വീട്ടിലേക്ക്.